പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിതാനവും കൂടാരവുമായി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തണൽ വിരിക്കുന്ന അഭയമാകുന്ന കർത്താവിൻ്റെ മഹത്വമാണ് ഈ തിരുവചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ മഹത്വം നമ്മുടെയും സംരക്ഷണ കവചമായി മാറും. നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നഷ്ടമായി പോയ നന്മകളെ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുവാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നീ കർത്താവിന് മഹത്വം നൽകുന്ന ഒരു വ്യക്തിയായി മാറുക. നിന്റെ ജീവിതത്തിലൂടെ ദൈവം മഹത്വപ്പെടുമ്പോൾ ആ ദൈവമഹത്വം നിന്നെയും നിന്റെ കുടുംബത്തെയും പൊതിയുന്ന ഒരു സംരക്ഷണ കവചമായി മാറും. നമ്മളെയും പൊതിഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ മഹത്വത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ആ മഹത്വം നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും എന്നും പൊതിഞ്ഞു തന്നെ നിൽക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.